തമിഴ്നാട് സർവകലാശാലകളിലെ VC നിയമനത്തിൽ 10 സർവകലാശാലകളിലെ നിയമ ഭേദഗതി സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ഈ ഗവർണറുടെ അധികാരമൊക്കെ എടുത്തുകളയാൻ പര്യാപ്തമാകുന്ന വിധത്തിലാണ് തമിഴ്നാടിൻ്റെ ഇക്കാര്യത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടായിരുന്നത്. ഇന്നെന്താണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്? നീലിമ, ഈ തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ പോരിൽ തമിഴ്നാട് സർക്കാരിന് ഇന്ന് വലിയ വിജയം നേടിയ ഒരു ദിവസമാണ്. അതായത് തമിഴ്നാട്ടിലെ സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കുവാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് എന്ന നിലയിൽ നിയമ ഭേദഗതി നടത്തിയിരുന്നു. 2025 മെയ്യിലാണ് ഈ നിയമ ഭേദഗതി നടത്തിയത്. ഇത് തമിഴ്നാടിലെ മദ്രാസ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സർക്കാർ സുപ്രീം കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത് സർക്കാരിന്റെ വാദമുഖങ്ങൾ പരിഗണിക്കാതെയാണ് ഇതിലൊരു തീരുമാനം മദ്രാസ് ഹൈക്കോടതി എടുത്തത് എന്നുള്ളതാണ്. സർക്കാരിന്റെ വാദമുഖങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാദമുഖങ്ങൾ കൂടി അംഗീകരിച്ച് പരിഗണിച്ച് വേണം ഇത് സംബന്ധിച്ചുള്ള ഒരു വിധി പ്രസ്താവിക്കാനെന്ന് മദ്രാസ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ തമിഴ്നാട് സർക്കാരിന്റെ പ്രധാന ആവശ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. തുടർന്ന് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഈ കേസ് വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടിയും വീണ്ടും വാദം കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നേരത്തെ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച സ്റ്റേ അത് സുപ്രീം കോടതി നീക്കിയിരിക്കുകയാണ്. ഇതിൽ സുപ്രീം കോടതി വിശദമായി തന്നെ വാദം കേൾക്കുവാനും 6 ആഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട നടപടികളുടെ പുരോഗമനം അറിയിക്കുവാനും ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.